കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വഞ്ചിച്ചതായി പരാതി. രേഖകൾ തിരികെ വാങ്ങാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ത്രീയെ ഉദ്യോഗസ്ഥൻ പൂട്ടിയിട്ടു. പുത്തൂർ സ്വദേശി സാവിത്രിയുടെ പരാതിയിൽ വിഇഒ എം അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ചുണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞ സാവിത്രിയും കുടുംബവും പെരുവഴിയിലായി. സാവിത്രി വീടിനായി ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ പേരുണ്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് പഴയ വീട് പൊളിച്ചു നീക്കി. ഭൂമി സംബന്ധമായ രേഖകളും കരാർ രേഖകളും കൈമാറുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീട് അനുവദിച്ചത് മറ്റൊരു സാവിത്രിക്കാണെന്നും പേര് മാറിപ്പോയതാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയത്. വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ സാവിത്രി പഞ്ചായത്തിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങാനെത്തിയപ്പോൾ വിഇഒ എം അബ്ദുൽ നാസർ മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ആരോപണം. ചടിച്ചിട്ടാണ് പോയി. എനിക്ക് പേടിച്ച് ഞാൻ അവിടെ നിന്ന് തട്ടി ആർട്ടതായിട്ട് പേടിച്ചിട്ട് അടിച്ചിട്ട് പോയല്ലേ ഇപ്പോൾ താഴെ. പോലീസ് ഞങ്ങൾ കൊടുത്തിട്ട അയാൾ തന്നെ കൊടുത്തിട്ട് പോലീസ് വന്നു. മഴ പെയ്തതോടെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ കുടുംബത്തിന് താമസിക്കാൻ കഴിയാതെയായി. മാനസിക വെല്ലുവിളി നേരിടുന്ന 2 മക്കളുമൊത്ത് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. സാവിത്രി നൽകിയ പരാതിയിൽ വിഇഒക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂട്ടിയിട്ടെന്ന പരാതി തെറ്റാണെന്നാണ് അബ്ദുൽ നാസറിന്റെ വാദം. വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകാത്തതിനാൽ സാവിത്രി തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമുള്ള അബ്ദുൽ നാസറിന്റെ പരാതിയിൽ സാവിത്രി, വാർഡ് മെമ്പർ പ്രമീള ഉൾപ്പെടെ 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.